നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കാരമുക്കിൽ വീട്ടിൽ കയറി വിദ്യാർത്ഥിനിയെ നായ കടിച്ചു. കാരമുക്ക് 18-ാം വാർഡിലെ പ്രതീക്ഷ അംഗനവാടിക്ക് സമീപം താമസിക്കുന്ന കൈപ്പുള്ളി രമേശിന്റെ മകൾ അദ്വൈതയ്ക്കാണ് രണ്ടു കാലിലും കടിയേറ്റത്. ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പുറത്തേക്ക് വന്നതിന് ശേഷം വീടിനുള്ളിലേക്ക് കയറിയ സമയത്താണ് നായ പിന്നാലെ വന്ന് കടിച്ചത്. മകളുടെ നിലവിളി കേട്ട് അമ്മ രശ്മി എത്തിയപ്പോഴേക്കും നായ ഓടി രക്ഷപ്പെട്ടു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടി. ഈ പ്രദേശത്ത് വളർത്തുനായ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നിരവധി തവണ പഞ്ചായത്തിലേക്കും പോലീസ് സ്റ്റേഷനിലും നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നായയെ ഭയന്ന് അംഗനവാടിയിലേക്ക് കുട്ടികളെ ആരും പറഞ്ഞുവിടുന്നില്ല. നാട്ടുകാരുടെ പരാതിയിൽ അന്വേഷിക്കാൻ വന്നാൽ സ്വന്തം നായ അല്ലെന്ന് പറഞ്ഞ് ഉടമ തടി തപ്പുക പതിവെന്നും ആരോപണമുണ്ട്. ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം കാളമുറിയിൽ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ മർദ്ദിക്കുകയും കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശികളായ മുരിയൻകാവിൽ നാദിർ ഷാ, മുറിത്തര റമീസ്, പോക്കാക്കിലത്ത് അസ്കർ, വലിയകത്ത് സഹ്വാൽ, പുഴങ്കരയിലത്ത് മുഹമ്മദ് അനസ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 9:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. മുൻവൈരാഗ്യത്തെ തുടർന്ന് കയ്പമംഗലം സ്വദേശികളായ ഖമറുദ്ദീൻ, മനു, ത്വാലിഖ്, മതിലകം സ്വദേശി നിസാം എന്നിവരെ കാർ തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തെന്നാണ് കേസ്. പ്രതികളെ ഇരിഞ്ഞാലക്കുടിയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് അക്രമം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. SIK സൂരജ്, സിയാദ്, സീനിയർ CPO അൻവറുദ്ദീൻ, CPOമാരായ ഡെൻസ് മോൻ, സൂരജ്, അനന്തു മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് അധ്യാപകർ രംഗത്തിറങ്ങണമെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ആവശ്യപ്പെട്ടു. KSTA ജില്ലാ സമ്മേളനത്തിന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകർ കുട്ടികൾക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം നൽകുന്നതിനോടൊപ്പം സമൂഹത്തിനു കൂടി വെളിച്ചമായി മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ, സിഭിൻ C ബാബു, MP മുകേഷ്, TV മദനമോഹനൻ, KN നജീബ്, KS അരുൺ, KV അനീഷ് ലാൽ, CN നസീർ, K പ്രമോദ്, NK രമേശ് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ക്ലബിന്റെയും ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ 1000 പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. CC മുകുന്ദൻ MLA വിതരണോദ്ഘാടനം നടത്തി. സുരേഷ് പട്ടാലി അധ്യക്ഷനായി. വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകയായ ഡോളി റോയ്ക്ക് തൈകൾ നൽകിയാണ് പദ്ധതി തുടക്കം കുറിച്ചത്. ലാൽ കച്ചില്ലം, ശ്യാം പത്തായക്കാട്ടിൽ, ഷിജു മാസ്റ്റർ, ദേവൻ ഉള്ളാട്ടിൽ, സുരേഷ് ചെരുവിൽ, ജ്യോതി ബസുവേളയിൽ, ജിസ്ന ഷെമീർ, ദേവിക റാണി, ലത ജ്യോതി ബാസു, ബാപ്പു വലപ്പാട്, ഷൈനി ഷജിത്, ഷീജ മുരളി എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ദേവിമാർക്ക് ഗോളസമർപ്പണം, ശിവേലി ഉച്ചപൂജ, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, വർണ്ണമഴ, രാത്രി തായമ്പക, അന്നദാനം. രാത്രി 8 മണിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന നാടകം, പുലർച്ചെ വടക്കുംവാതിൽ ഗുരുതി എഴുന്നള്ളിപ്പ്, മംഗളപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായൺകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി രനീഷ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് അരുൺ കുമാർ, സെക്രട്ടറി സ്വപ്ന ജോളി, ട്രഷറർ സുനിൽ ബാബു, ഭാരവാഹികളായ പവിത്രൻ, രാജീവൻ, സന്തോഷ് ബാബു, അഭിമന്യു എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.